ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത് എനിക്ക് എത്രത്തോളം ഹാപ്പിയാണെന്ന് വാക്കുകളുകൊണ്ട് പറയാൻ പറ്റില്ല. വളരെ നന്ദിയുണ്ട് ഡോക്ടർ. നിങ്ങൾ ചെയ്യുന്ന ഈ ഹെൽപ്പ് എനിക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല. ഹേയ്, ഡോണ്ട് മെൻഷൻ ഇറ്റ്. ഇറ്റ് ഓൾ മൈ പ്ലഷർ. കാരണം എന്താന്ന് വെച്ചാ, ഒരു സൈക്കാട്രിസ്റ്റ് ആയിട്ട് ഒരു അമ്മയും മോനും ഒന്നു ചേരുമ്പോൾ അതിൽ പല സന്തോഷം വേറെ എന്താ ഉള്ളത്? എന്റെ ലൈഫില് ടുഡേ ഈസ് ഗോണ ബി ദ മോസ്റ്റ് മെമ്മറബിൾ ഡേ. വളരെ നന്ദിയുണ്ട് ഡോക്ടർ. അഗെയിൻ. ഞാനാണ് നിങ്ങൾക്ക് താങ്ക്സ് പറയണ്ടേ. നിങ്ങളുടെ കേസ് എനിക്ക് വളരെ സ്പെഷ്യലാണ്. ഇനിയും എത്ര സമയം എടുക്കും ഡോക്ടർ എന്റെ മോൻ ഇങ്ങോട്ടേക്ക് വരാൻ? ഓ, അവൻ എപ്പോ വേണേലും ഇവിടേക്ക് വരാം. പ്ലീസ് ഇവിടേക്ക് ഇരിക്കൂ. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഡോക്ടർ. I couldn't take it. You didn't tell me this day would come. I wasn't this kind. Look at what happened. No, I don't want it. Drop it right here. Says in my head. You did not tell me this day would come. I could not stop me from walking to you, carrying a gun. The sky is coming down. Why is it so dark and empty in my mind? No. I love you. I've loved you. I know you are my mom. And I am your son. Carrying a gun. എന്നോട് നീ ക്ഷമിക്കുന്നു വിചാരിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നീ എന്നെ കൊല്ലാനാണോ വന്നിരിക്കുന്നത്? എന്റെ മരണം കൊണ്ട് നിന്റെ ദേഷ്യമൊക്കെ മാറി നീ ഒരു സാധാരണ മനുഷ്യനായി മാറണമെന്നാണ് എന്റെ ആഗ്രഹം. നീ എന്നെ കൊന്നിട്ട് വീണ്ടും ഒരു കൊലയാളിയായി മാറരുത്. നിനക്ക് വേണ്ടി ഞാൻ തന്നെ ഇത് ചെയ്യാം. സിദ്ധു, ലിസൺ ടു മീ സിദ്ധു. ഞാൻ എന്ത് പറഞ്ഞാലും നീ എന്റെ പ്രേമം വിശ്വസിക്കാൻ പോകുന്നില്ല. നിന്റെ അമ്മയുടെ സ്നേഹമെങ്കിലും എന്താന്ന് നീ മനസ്സിലാക്കണം. എന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാ, ഞാൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചതുകൊണ്ട് എന്റെ മോനോട് ഞാനിന്ന് സംസാരിച്ചാലോ കാണാൻ പോയാലോ ചത്തു കളയുന്ന പറയുന്നേ. എന്നാ സത്യത്തില് ആ കല്യാണം കഴിച്ചത് പോലും അവന് വേണ്ടിയായിരുന്നു. അരവിന്ദിനെ നിനക്കറിയില്ല മോളെ. നമ്മുടെ നാട്ടിലെ വെൽ എഡ്യൂക്കേറ്റഡ് ഫാമിലിയാണ്. അമേരിക്കയിലാണ് ഉള്ളത്. അറിയാം അച്ഛാ, എനിക്കറിയാം. അദ്ദേഹം ഇന്ന് വന്ന് നിന്നെ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിച്ചു. ആ കാര്യത്തെക്കുറിച്ച് അച്ഛൻ എന്നോട് സംസാരിക്കാൻ നിൽക്കരുത്. എനിക്കെന്റെ ഗൗതമുണ്ട്, അത് മതി. അദ്ദേഹം തനിക്കൊരു ഭാര്യ വേണമെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഈ കാര്യം നിന്റെ അടുത്ത് വരെ ഞാൻ എത്തിക്കില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം തന്റെ മകൾക്ക് ഒരു നല്ല അമ്മയെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ ഒരു വാക്കാണ് മോളെ. ഇതൊന്ന് ആലോചിക്കാന്ന് ഞാൻ വിചാരിച്ചത്. നിനക്കും ഒരു തുണ വേണ്ടേ മോളെ? എനിക്കും ഒരു മോളുണ്ടായിരുന്നെങ്കിൽ ഞാനും ഇതേ ചെയ്യുമായിരുന്നുള്ളൂ.
വേറെ ഒന്നും ആലോചിക്കണ്ട മോളെ. നീ എടുക്കുന്ന തീരുമാനം നിന്റെ ജീവിതത്തെ മാത്രമല്ല, ഗൗതമിന്റെ ഭാവിയും അത് വേണ്ട വിധം തീരുമാനിക്കും. സത്യം പറഞ്ഞ അവനൊരു അച്ഛനെ കിട്ടുമല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കല്യാണത്തിന് തയ്യാറായത്. എന്നാ അത് തന്നെ എന്റെ ജീവിതത്തിൽ ഒരു ശാപമായി മാറിയിരിക്കുകയാണ് ഡോക്ടർ. അവനൊരു നല്ല ജീവിതം ഉണ്ടാവണമെന്ന് ഓർത്ത് ഞാൻ എടുത്ത തീരുമാനം തന്നെയാ അവന്റെ ജീവിതം തന്നെ നശിപ്പിച്ചത് ഡോക്ടർ. അവന് വേണ്ടിയാണെന്ന് പറഞ്ഞാലേ നീ ഈ വിവാഹത്തിന് സമ്മതിക്കുന്ന എനിക്കറിയാമായിരുന്നു. അവനില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അച്ഛ, ഒന്ന് മനസ്സിലാക്ക്. അവന്റെ അച്ഛന്റെ സ്ഥാനത്ത് വേറൊരാളെ സങ്കല്പിക്കാൻ കുറച്ച് സമയം എടുക്കും മോളെ. അവനൊന്ന് വളർന്ന ശേഷം ഞാൻ എല്ലാം പറഞ്ഞ് അവനെ മനസ്സിലാക്കി കൊടുക്കണം. നോക്കുമോളെ, ഒരു അച്ഛന്റെ സ്ഥാനത്ത് എന്ന് പറയാ എല്ലാം നന്നായി ആലോചിച്ചിട്ടാ പറയുന്നത്. മനസ്സിലാക്കുമോളെ. ഞാൻ അവനെ ഒറ്റ തവണ ഒന്ന് കണ്ടിട്ട് പൊക്കോളാം അച്ഛ. അവൻ ഈ കോലത്തിൽ നിന്നെ കണ്ട അവന് താങ്ങാനാവില്ല മോളെ. അവൻ വരുമ്പോഴേക്കും നിങ്ങൾ ഇവിടുന്ന് പോ. വാ, കേറ്. ആൾക്കാര് പറയുന്നതും കേട്ട് തിരിച്ചറിവില്ലാത്ത ആ സമയത്ത് ഞാൻ ചെയ്ത കാര്യം തെറ്റായി പോയെന്ന് എന്റെ മോൻ എന്നോട് വെറുപ്പായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവനെ കാണാൻ പോയപ്പോ എങ്ങനെയുണ്ട് മോളെ? എന്നോട് അവൻ സംസാരിച്ചത് പോലുമില്ല. അവരെന്നോട് സംസാരിച്ചാലും നോക്കിയാലും ഞാൻ ചത്തുപോകും. അവരോട് ഇവിടുന്ന് പോകാൻ പറയ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല മോളെ. ഇവനെ വിട്ട് നീ എത്ര അകന്നു നിൽക്കുന്നുവോ അതാണ് നല്ലത്. എന്നോട് ക്ഷമിക്കും മോളെ. അതിനുശേഷം പേടി കാരണം ഞാൻ വീണ്ടും അവനോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ല. അന്ന് മുതൽ ഞാൻ എന്റെ ഗൗതമിൽ നിന്നും അകന്നു നിൽക്കാൻ തുടങ്ങി. അവൻ എത്രമാത്രം മിസ് ചെയ്തോന്ന് എനിക്ക് മാത്രമേ അറിയൂ ഡോക്ടർ. ഗൗതമന് 10 വയസ്സുള്ളപ്പോ അവിടെ നാട്ടിൽ വെച്ച് ആരോ എന്നെക്കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടാക്കിയെന്ന് അറിഞ്ഞ് ഗൗതം ചെയ്ത കൊലപാതകം അച്ഛനാണ് ചെയ്തതെന്ന് സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. മുത്തച്ഛന്റെ പേരെന്താ? സൂര്യനാരായണ. ഈ കാര്യം എനിക്ക് അറിഞ്ഞിട്ട് 1 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോയപ്പോ അച്ഛൻ ജയിലിൽ തന്നെ മരിച്ചു പോയെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. ഗൗതം നാട് വിട്ട് പോവുകയും ചെയ്തു. അവൻ എവിടെയുണ്ടെന്ന് അറിയാണ്ട് ഒരുപാട് കാലം ഞാൻ അവനെ അന്വേഷിച്ചു നടന്നു. ഒരു തവണ ഞാൻ ബിസിനസിന്റെ കാര്യത്തിന് സിറ്റിയിലേക്ക് വന്നപ്പോ ഐ സോ ഹിം.